ആദ്യത്തെ അളവല്ലാക്ക ഇന്ന് ഊട്ടിക്കൊമ്പ് തയ്ച്ചത് അതിൻ്റെ അളവാ കുറച്ച് മറ്റേ ഫസ്റ്റ് കൂടെ യൂസ് ആക്കിയിട്ടുണ്ട് അത് പറയാം. പക്ഷെ അതൊരു നല്ല സോഫ്റ്റ് തുണിയില്ലേ ഊട്ടിക്കൊമ്പിട്ടത്. പണിയാണ് പണിക്കാർ പണി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ കല്യാണത്തിന് പോകാനുള്ള ഒരുക്കാണ് രാവിലെ തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് എഡിറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് 1 മണിയൊക്കെ ആകുമ്പോൾ അപ്ലോഡ് ആക്കാമല്ലോ എന്ന് കരുതി. വീഡിയോ ഡെയിലി ഇടണമല്ലോ. അപ്പോൾ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ വൈകുന്നേരം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ മൈലാഞ്ചിയൊക്കെ നികത്തുമ്പോൾ ഇടണം എന്നൊരു പൂതി. അപ്പോൾ നമ്മളെ വീട്ടിൽ തെയ്യുണ്ട്, പക്ഷേ അത് 2-3 മാസമായിട്ടുള്ളൂ വെച്ചിട്ട്, വന്ന് തുടങ്ങണമല്ലോ. ആദ്യം ഒരു ബോധമൊന്നും ഇല്ലായിരുന്നു, ചെടി വെക്കണം തെയ്യ് വെക്കണം എന്നുള്ളൊരു ബോധമൊന്നും ഇല്ലായിരുന്നു. പിന്നെ മറിയ ഉണ്ടായാലാണ് ഒരു മൈലാഞ്ചി വേണം നമ്മളെ വീട്ടിൽ എന്നൊക്കെ തോന്നിയത്. അപ്പോൾ വെച്ചിട്ട് ഇപ്പോൾ 2 മാസമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇലകളൊക്കെ അങ്ങനെ ഇട്ട് വരണുള്ളൂ. പിന്നെ ഇതാ അപ്പോൾ എടുത്ത വീട്ടിൽ പോയിട്ട് പൊട്ടിച്ചിട്ട് വന്നതാണ്. നമുക്ക് എന്താ കാട്ടുക, ഇത്തിരി പുളിയും കൂട്ടിയിട്ട് അരക്കാം. അപ്പോൾ നമ്മൾ ബിഗ് ബി ഉണ്ടല്ലോ, നമ്മൾ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടണ, അതിട്ടിട്ട് അതിൻ്റെ മേലെ ഇതിട്ട് കഴിഞ്ഞാൽ നല്ലൊരു കളറാവും എന്ന് പറഞ്ഞ്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയില്ല കേട്ടോ. വേണമെങ്കിൽ ശർക്കര മൈലാഞ്ചി ബിഗ് ബി ഇട്ടിട്ട് ശർക്കര മൈലാഞ്ചി ഇടുമ്പോൾ വേണമെങ്കിൽ നല്ല ചോക്ക് വയ്ക്കാരം. അപ്പോൾ ഞാനിതിട്ട് നോക്കട്ടെ എന്ന് കരുതിയിട്ട് നല്ല ഇട്ടതാണ്. പക്ഷേ രാവിലെ നീച്ചപ്പോൾ എനിക്ക് തോന്നി ആ ഒരു കളർ തന്നെയാണ്, പ്രത്യേകിച്ച് ഒരു കളറൊന്നും ആയില്ല. എന്നാൽ ഇതിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും. അത് നഖത്തിലായാലും നമ്മൾ കയ്യുമട്ടാലും പെട്ടെന്ന് പോകുമല്ലോ. അതാണ് പിന്നെ അരക്കാമെന്ന് കരുതിയത്. അപ്പോൾ ആദ്യം ഇതിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മേലെ ഒന്നും കൂടെ അരച്ച മൈലാഞ്ചി ഇടാന്ന് കരുതി. നല്ലോണം അരിഞ്ഞേക്കണം കേട്ടോ. പണ്ടൊക്കെ അമ്മമ്മ വെച്ചിട്ട് അരക്കും. പിന്നെ ഉമ്മരെ ആണ് അരച്ച് പണ്ടൊക്കെ ഇട്ട് തരിക അല്ലേ. അപ്പോൾ കയ്യിലൊക്കെ ആവും. എന്നിട്ട് ഫുള്ളായിട്ട് കവറും കെട്ടിയിട്ട് പെരുന്നാളിൻ്റെ തലേന്നൊക്കെ രാവിലെ അതങ്ങനെ കവറൊക്കെ അയച്ചുമ്പോൾ കൈയൊക്കെ വിറങ്ങലിച്ച് ഒരുമാതിരി ആയിട്ടുണ്ടാവും. എന്നാലും അന്ന് അതൊരു സന്തോഷമായിരുന്നല്ലേ, മൈലാഞ്ചി അരച്ചിടുക. പെരുന്നാളിൻ്റെ തലേന്ന് കല്യാണത്തിൻ്റെ തലേന്നൊക്കെ മൈലാഞ്ചി അരച്ചിടുമ്പോൾ അത് നമുക്കൊരു എന്താ പറയുക, ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് ഈ മൈലാഞ്ചി തന്നെയാണ് ഇഷ്ടം കേട്ടോ. അങ്ങനെ അരച്ചിടണ തന്നെയാണ് ഇഷ്ടം. പക്ഷെ നമ്മളെ വീട്ടിലില്ലല്ലോ. ഒരു ആളോട് നമ്മൾ വാങ്ങുമ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടാകുമ്പോൾ വാങ്ങാമെന്നല്ലാണ്ട് എപ്പോഴും പോയി നമ്മൾ വാങ്ങുമ്പോൾ അതൊരു മോശമല്ലേ. മോശമല്ല, ഓലൊന്നും തരാഞ്ഞിട്ടല്ല, എന്നാലും നമുക്ക് എന്തോ പോലല്ലേ. നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് തോന്നുമ്പോഴൊക്കെ അരച്ചിടാനും. എന്തായാലും ഞാനൊരു തെയ്യ് വെച്ചിരിക്കണം കേട്ടോ. പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേനും ശരിയാവുമായിരിക്കും, നല്ല ഇല വരുമായിരിക്കും. അപ്പോൾ അതാ എനിക്ക് ഇങ്ങനെ ഇടാനും മൈലാഞ്ചി ഇഷ്ടം. മൈലാഞ്ചി ഇടാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ നിറച്ച് പൂക്കളൊക്കെ ഇടണമെന്ന് എനിക്കിഷ്ടമല്ല. അതാ ഇതുപോലെ കുറച്ച് ഇടണം ഇഷ്ടം. അപ്പോൾ ഞാൻ ഡ്രസ്സ് അതാ കാക്ക ഡ്രസ്സ് ഇന്നലെ തയ്ച്ചു. പിന്നെ ഞാൻ മൈലാഞ്ചിയൊക്കെ ഇടുമ്പോഴത്തേനും കാക്ക ഡ്രസ്സൊക്കെ തയ്ച്ച് റെഡിയാക്കി. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യണോണ്ട് നമുക്ക് പിന്നെ എപ്പോൾ വേണമെങ്കിലും തുണി വാങ്ങി സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ കാക്കാണ് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തരാം കേട്ടോ. ഞാൻ പുറത്ത് കൊടുത്തിട്ട് തന്നെ ഇല്ല. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഞാൻ മൈലാഞ്ചി ഇട്ടത്. നല്ല ചുവന്നാ ചോദിച്ചാൽ ഒരു വിധമൊക്കെ ചുവന്നിക്കണം കേട്ടോ. പക്ഷെ എനിക്ക് ഉണങ്ങിയിട്ടില്ല. നല്ല ഉണങ്ങുകയാണെങ്കിൽ നല്ല ചുമന്ന കളറാവും. പക്ഷേ എനിക്ക് അപ്പോഴത്തേനും പിന്നെ നമ്മൾ രാത്രി ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ടൈമായി. ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇട്ടാൽ മതിയെന്നു. പക്ഷെ ഞാൻ ആക്രാന്തം കൊണ്ട് പെട്ടെന്നിട്ട് അപ്പോൾ ഒരുവിധം ചുവന്നിക്കണം, നല്ല കളറായിക്കണം കേട്ടോ. എനിക്ക് നല്ല പറ്റി. അതാ കയ്യുമ്പോൾ ഞാൻ സ്റ്റാർ ഇട്ടതാണ് കേട്ടോ. പക്ഷെ അത് വേറെ എന്തോ ആയി. എന്നാലും കുഴപ്പമില്ല, ഒപ്പിച്ചു. അപ്പോൾ ഇതാ നല്ലൊരു കളർ കേട്ടോ. എനിക്ക് ഈ കളർ നല്ല ഇഷ്ടമായി. എന്താ വെച്ചാൽ കുറേ ദിവസമായിക്കണേ ഇല അരച്ചിട്ടിട്ട്. അപ്പോൾ ഈ ഒരു നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് ഇതും നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഇതാ കാക്ക ചുരിദാറൊക്കെ തയ്ച്ചു തന്നിക്കണ്. ഇനി കല്യാണത്തിന് റെഡിയാവുക, പോവുക. അപ്പോൾ ഇതെന്താണെന്നറിയോ, ഇത് കുറച്ച് പാലിൽ ലേശം അരിപ്പൊടി, നമ്മൾ വീട്ടിൽ സാധാ യൂസ് ചെയ്യുന്ന അരിപ്പൊടി ഒന്ന് ഈ ഒരു ഭാഗമാക്കിയിട്ട് മുഖത്തിടുക. തിക്കായിട്ട് ഇടരുത് കേട്ടോ, വളരെ തിന്നായിട്ട് ഇടുക. എന്നിട്ട് ചൂടുവെള്ളം കൊണ്ട് കഴുകുക. നമ്മൾ എന്ത് ഫംഗ്ഷനോ പരിപാടിയൊക്കെ ആണെങ്കിൽ തലേന്നോ അല്ലെങ്കിൽ അന്ന് രാവിലെയോ ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴൊന്നല്ല, കുറേ മുമ്പ് തൊട്ട് നമ്മളിങ്ങനെ തന്നെയാണ്. ഇതൊക്കെയാണ് ഇന്നലത്തെ വിശേഷങ്ങൾ.